നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചാണ്. അതായത് നമ്മുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചായിരിക്കും നമ്മുടെ മക്കൾ വളരുന്നത്. ഇല്ല, എല്ലാവരും അങ്ങനെ പറയാറില്ലേ? പക്ഷെ നമ്മൾ വളർത്തുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ മിടുക്കന്മാരായിട്ട് വളർന്നു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ മക്കളുടെ കാര്യം കൂടെ കൂട്ടിയാട്ടെ ഇതിനകത്ത് പറയുന്നത്. അതായത് ഒട്ടുമിക്ക മക്കളും മിതത്വം പാലിക്കാൻ മടിയുള്ളവരായിരിക്കും ഇല്ലേ? നമ്മുടെ കാരണം എന്നാണെന്നറിയാവോ? അവരെത്ര രൂപ ആവശ്യപ്പെട്ടാലും നമ്മൾ അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ഇല്ലേ? മക്കൾ ഓരോ ആവശ്യങ്ങൾ പറയും. ഇന്ന പൈസ വേണം, ഇന്ന പൈസ വേണം, ഇത്ര രൂപ വേണം, ഇന്ന ഇത് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇപ്പം ക്യാൻറ്റീൻ പോലെ കുഞ്ഞു കുഞ്ഞ് സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലേ? അപ്പം അവിടുന്നാണേലും മേടിച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ദിവസവും 50 രൂപയും 100 രൂപയൊക്കെ കൊണ്ടുപോകുന്ന മക്കളല്ലേ? നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് അവർക്ക് പൈസയുടെ മൂല്യം അറിയാതെ വരുന്നത്. നമ്മളപ്പം അവരോട് പറയുക, എന്നും ഇങ്ങനെ 50 രൂപ 100 രൂപ വെച്ച് തരാനില്ല നമ്മുടെ കയ്യിൽ, നമുക്ക് ഇച്ചിരി മിതത്വം പാലിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമേ തന്നെ അതിനൊരു തടയിടുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ചിലവൊക്കെ കുറച്ചൊക്കെ ചുരുക്കി ജീവിക്കാൻ അവർ ശ്രമിക്കും ഇല്ലേ? അത് നമ്മൾ ചെയ്യില്ല. അത് ഒന്നും ചെയ്യേണ്ട കാര്യം കേട്ടോ. പിന്നെയുണ്ട്, വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഡ്രസ്സ് ഊരിയിട്ട് ഈ പാമ്പ് പടം പൊഴിച്ചിട്ടേക്കണ കണക്ക് അവിടെ ഇവിടെ എല്ലാം ഡ്രസ്സ് ഇട്ടേക്കണ കാണാം നമുക്ക് ഇല്ലേ? വന്നു, പുസ്തകം എവിടെയെങ്കിലും എറിഞ്ഞു, അല്ലെങ്കിൽ തുണി അവിടെ ഇവിടെയൊക്കെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് യൂണിഫോമൊക്കെ അവിടെ ഇവിടെ ഇടുന്ന ആ സ്വഭാവം എന്നാണെന്നറിയാവോ? നമ്മൾ എടുത്തു വെച്ചോളും, എന്ത് കാര്യവും ഇങ്ങനെയാ എന്നൊരു വിചാരത്തിലേക്ക് അവർ വരും. ഇങ്ങനെ ഞാൻ എന്ത് കാണിച്ചാലും അത് ചെയ്യാൻ വേറൊരാൾ ഉണ്ട്, അത് അവർ ചെയ്തോളും എന്നുള്ള ഉത്തരവാദിത്തമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കണേ. അത് ഉത്തരവാദിത്തമല്ല, അവരുടെ ഒരു സ്വഭാവം. അതായത് ഞാൻ വന്നു എൻ്റെ ഡ്രസ്സ് ഊരി എവിടെയെങ്കിലും ഇട്ടു, അതെൻ്റെ അമ്മ വന്ന് എടുത്തു വെച്ചോളും, അല്ലെങ്കിൽ അച്ഛൻ വന്ന് എടുത്തോട് വെച്ചോളും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്ത് വെച്ചോളും എന്നൊരു ചിന്താഗതി അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ അവരോട് തടയിട്ടേക്കണം. ഡ്രസ്സ് വരുമ്പോൾ ഇന്ന സ്ഥലത്ത് ഊരി വെച്ചേക്കണം, പുസ്തകം ഇന്ന സ്ഥലത്ത് അടുക്കി വെച്ചേക്കണം എന്ന്, ഇങ്ങനെ തൂളിയിടാൻ പറ്റില്ല, ബെഡ്ഷീറ്റ് നിവൃത്തിയിട്ടേക്കണം എന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് കർശനമായിട്ട് തന്നെ പറഞ്ഞ് ആദ്യമേ ശീലിക്കണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും, എന്ത് ജീവിതത്തിൽ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്യാൻ, അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. ശരിയല്ലേ അത്? അതേപോലെ അശ്ലീല വാക്കുകൾ പറയുന്ന മക്കൾ ചിലപ്പം നമ്മളത് കേട്ടിട്ട് ചിരിച്ചു എന്നിരിക്കും ഇല്ലേ? അപ്പം ചിരിക്കുമ്പോൾ അവർ വലിയ പുള്ളികളായിട്ട്, ഞാൻ ഇതിങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ ചിരിക്കുന്നത് എന്നൊരു തോന്നൽ. എൻ്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്നോർത്തുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ കൂടുതൽ ഉച്ചരിക്കാൻ മക്കൾ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ നമ്മൾ അവരെ സദാചാരം പഠിപ്പിക്കുക. സദാചാര ഗുണ്ടകളാകാനല്ല പറയുന്നത്, സദാചാരം നല്ലതേത് ചീത്തയേത്, പറയേണ്ടതേത് പറയേണ്ടാത്തത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് കുഞ്ഞുനാൾ തൊട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം നമ്മൾ അതിനെ നോ പറഞ്ഞ് പഠിപ്പിക്കുക. ചില മക്കളുണ്ട് ചെറുപ്പത്തിലെ തന്നെ പട്ടി പൂച്ച എന്നൊക്കെ അമ്മേനെ അച്ഛനെയൊക്കെ വിളിക്കുന്ന മക്കളുണ്ട്. നമ്മളത് ആദ്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കാനെന്നറിയാം. അത് പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്കും. പിള്ളേർ പറഞ്ഞു കേൾക്കാൻ നല്ല രസമാണല്ലോ എന്നോർത്തുണ്ട്. പിള്ളേർ അതോർക്കും, അതങ്ങനെ പറയണത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം എന്നോർത്തുണ്ട്. അതത് സ്ഥിരം പല്ലവിയാക്കി മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ മക്കളോട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കരുത്, പറയേണ്ട വാക്കുകൾ ഇന്നതാണ്, നല്ല വാക്കുകളെ സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ചില മാതാപിതാക്കൾക്കുള്ളൊരു കുഴപ്പം എന്നാണെന്നറിയാവോ? അവർ പറയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചൊന്നും നമ്മുടെ മക്കൾ അനുഭവിക്കരുത്, നമ്മുടെ മക്കൾ ഇച്ചിരിയോടെ സന്തോഷവന്മാരായിട്ട് ഇച്ചിരിയോടെ ഫ്രീഡത്തിൽ വളരണം, എനിക്ക് എൻ്റെ കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് എൻ്റെ മക്കളെയെങ്കിലും അതിനകത്ത് വിടണം, ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണം. അതേപോലെ ചിലർ പറയും, ഞാനോ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചു, എൻ്റെ മക്കളായിട്ട് അങ്ങനെ കഷ്ടപ്പെടണ്ട എന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോൾ മക്കൾ പറഞ്ഞേക്കാം, നിങ്ങളുടെ കഷ്ടപ്പാടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടല്ലോ, ഞങ്ങളിപ്പോൾ സുഖമായിട്ടാണ് ജീവിക്കണമെന്ന്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? അങ്ങനെ പറയുന്ന ഒത്തിരി മക്കളുണ്ട്. കാരണം നമ്മളൊരു കാര്യങ്ങളും നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കില്ല. കാരണം നമ്മളെ വിചാരം എന്നാണെന്നറിയാവോ? മക്കളെ ഇങ്ങനെ സ്വാതന്ത്ര്യത്തെ സ്നേഹിച്ച് വളർത്തുമ്പോഴാണ് മക്കൾക്ക് നമ്മളെ ഇഷ്ടം എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലുള്ള വരവുകളും ചെലവുകളും നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ മക്കളെ അറിയിച്ചിരിക്കണം. അതിനൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട. അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ആ മക്കൾ അതനുസരിച്ച് ചിലവാക്കുകയുള്ളൂ. ഒരു 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 50 രൂപ ചിലവാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതില്ല, നമ്മുടെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഹൗസിംഗ് ലോണുണ്ട്, അല്ലെങ്കിൽ ആ ലോണുണ്ട്, ചിട്ടിയുണ്ട്, ഇതുണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ മക്കളോട് പറഞ്ഞു നോക്കിക്കേ, അവരപ്പോൾ ചിലവ് കുറയ്ക്കും. നമ്മുടെ അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്ന കണ്ട് മനസ്സിലാക്കാൻ ഒരു ബോധം അപ്പോൾ ഉണ്ടാകും. അതല്ലെങ്കിലുണ്ടല്ലോ,
ഇത് എന്ത് കാണിച്ചാലും എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണ്ട. അപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ എന്നൊരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇത്രയും എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും കഷ്ടപ്പെട്ട, ചില മക്കൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും കഷ്ടപ്പെട്ട ജീവിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയ ചില പിള്ളേർ പറയുന്ന. കാരണം എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾ റിച്ചാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറയുന്ന മക്കളുമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ പറഞ്ഞതാണ്, മകന് 10-25 വയസ്സായി, അപ്പോഴാണ് ഈ അമ്മയും അച്ഛനും കിടന്ന് കഷ്ടപ്പെടുന്നത്, എന്നിട്ടും അത്രയായിട്ട് അവൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് അവൻ്റെ ബോധത്തിൻ്റെ ഇത്. കുറേ കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അതിന് പൈസ ഇല്ല, ഏതാണ്ട് വിദേശത്തിന് പോകുന്ന എന്തോ കേസ് നമുക്ക് ലോൺ എടുക്കാനൊക്കെ പോകുന്ന സമയമായപ്പോൾ അവൻ ഒന്നും അല്ലാക്കി പറയുകയാണ്, എനിക്കറിയത്തില്ലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ പൈസ ഇല്ല എന്നുള്ള കാര്യം. ഞാൻ വലിയ റിച്ചാന്നാണ് ഓർത്തേന്ന്. നമ്മൾ ഒരിക്കലും അങ്ങനെ വളർത്തരുത്. നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നതെന്ന് നമ്മൾ മക്കളോട് പറഞ്ഞിരിക്കണം. നമ്മൾക്ക് ഇന്ന രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ, അല്ലാണ്ട് നമ്മുടെ കെട്ടിപ്പൊതിഞ്ഞ് ഒത്തിരി ബാങ്ക് ബാലൻസും ആയിട്ടല്ല നമ്മൾ ഇരിക്കണേ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായും എന്നു പറയണേ കൃത്യമായി നമ്മുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. പിന്നെയുള്ളത് മറ്റുള്ളവരോടുള്ള സ്നേഹം, അതേപോലെ ആർത്തി, ഇതൊന്നും മക്കളെ പഠിപ്പിച്ചു വെക്കരുത്. മറ്റുള്ളവരോട് അവിടെ ഒരു തെറ്റുപറ്റി, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. അതേപോലെ ആർത്തി പിടിച്ച് ജീവിക്കുന്നതുണ്ടല്ലോ മക്കളുണ്ടല്ലോ, ചില കാരണവന്മാരുണ്ട്, അവർക്ക് സ്വത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർത്തി പിടിക്കും. അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ നമ്മുടെ മക്കൾ നന്നാവണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആർത്തി പിടിക്കണതൊന്നും നമ്മൾ മക്കളെ കാണിച്ചു കൊടുക്കാതിരിക്കുക. അതേപോലെ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിടാന്ന് പറഞ്ഞു കൊടുക്കും. അതും തെറ്റായ ഒരു മെസ്സേജാണ് മക്കളിലേക്ക് കൊടുക്കണേ. എങ്ങനെയെങ്കിലും ജയിച്ചാൽ പോരാ, സത്യസന്ധമായിട്ട് ജയിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഏത് കുതന്ത്രത്തിൽ കൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് മക്കൾ ശ്രമിക്കും. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് ജയിക്കാൻ, സത്യസന്ധമായ മാർഗത്തിൽ കൂടി ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് തന്നെ ജയിക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കണം. അത് പരിശ്രമിക്കാൻ നമ്മൾ ബോധം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ വിചാരിക്കും ഈ വഴക്ക് കൂടുന്ന മാതാപിതാക്കളുടെ മക്കൾ അവർ ഭാവിയിൽ വഴക്ക് കൂടുന്നവർ തന്നെയായിരിക്കും. കാരണം അവർ കണ്ടു വളർന്നേക്കണ ആർത്തി പിടിക്കണവരുടെ മക്കൾ ആർത്തിയുള്ളവരായിരിക്കും. അതേപോലെ മറ്റുള്ളവരോടൊരു ബഹുമാനവും കാണിക്കില്ലാത്തവരുടെ മക്കൾ അത് തന്നെയായിരിക്കും. മറ്റുള്ളവരെ ആരെയും വകവയ്ക്കില്ലാത്ത സ്വഭാവത്തിലായിരിക്കും. ആ സമയത്ത് എല്ലായിടത്തും അംഗീകാരവും കിട്ടി, എല്ലായിടത്തും മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ മക്കൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന മക്കൾ അഭിമാനികളായിട്ട് വളരുന്ന കാണാം. അതേപോലെ നാണക്കേട് സഹിച്ച് വളരുന്ന മക്കൾ, അതായത് കുടുംബത്തിൽ എന്തെങ്കിലും നാണക്കേടുകൾ ഉണ്ടോ, മാതാപിതാക്കളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ സമൂഹത്തിലൊരു നാണം എപ്പോഴും എല്ലാവരും നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള മക്കളായിരിക്കും. അതേപോലെ മറ്റുള്ളവരോട് മോശം കുറ്റം പറയുകയോ അല്ലെങ്കിൽ കുശുമ്പ് പറയുകയോ കുഞ്ഞായിക പറയുകയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നവരുടെ മക്കൾ ഭാവിയിൽ അവരും കുറ്റം പറച്ചിലുകാരായിരിക്കും. അവർ ഇൻ്റർനാഷണൽ കുറ്റം പറച്ചിലുകാരായിരിക്കും. അവർ പറന്നു പോകുന്ന കാക്കയുടെ വരെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അശ്ലീല വാക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നവരുടെ മക്കൾ അവരും കൊച്ചു കൊച്ചു വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കള്ളം പറയണ മാതാപിതാക്കളുടെ മക്കൾ, ചില മാതാപിതാക്കളുണ്ട് നാക്കെടുത്ത കള്ളം പറയും. അവരുടെ മക്കളും പ്രായമാകുമ്പോൾ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങും. പ്രായമാകുമ്പോൾ എന്നല്ല, അവർ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരില്ല എന്ന് പറയുന്ന രീതിയിലേക്ക്, കയ്യിലിരിക്കുന്ന സാധനത്തിന് പോലും അവർ നുണ പറയുന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ സത്യസന്ധരായിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും മക്കൾ. 10 ഗുണം 10 ഗുണം എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ മക്കളായിട്ട് വരികയുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും വരികയില്ല. നമുക്കപ്പം സത്യസന്ധരായിട്ടിരിക്കണമെങ്കിൽ എന്ത് കാര്യവും അമിതമായാൽ ഒത്തിരി ലാളന മക്കളെ ചീത്തയാക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ലാളിച്ച് വഷളാക്കുന്നവരും ഉണ്ട്. കാരണം പിന്നെ മക്കൾ വിചാരിക്കണത് എന്നാണെന്നറിയാം, ഇതിങ്ങനെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും എന്നാണ്. അതേപോലെ എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കുന്ന മക്കൾ എന്നാണെന്നറിയാവോ, ഈ സ്വർണ്ണത്തളികയിൽ ഇങ്ങനെ എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്നേ ചിന്തിക്കുകയുള്ളൂ. കാരണം ഞാനെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേനും എനിക്ക് എല്ലാം ഇങ്ങനെ സാധിച്ച് കിട്ടിക്കോളും. ചില പിള്ളേർ വാശി പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പല സാധനങ്ങൾ വേണമെന്നും പറഞ്ഞോണ്ടേ വാശി പിടിച്ച് കാരണവന്മാരെന്തെങ്കിലും ലോൺ എടുത്തോ അല്ലാതെയോ എങ്ങനെയെങ്കിലുമൊക്കെ ആ സാധനം ഒപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ വിചാരം എന്നാണെന്നറിയാമോ, വാശി പിടിച്ചാലേ ഇത് നടക്കുകയുള്ളൂ, അതുകൊണ്ട് വാശി പിടിച്ചേക്കാം എന്ന് വിചാരിച്ച് അവർ ഏത് കാര്യത്തിനും, നിസ്സാര കാര്യത്തിന് പോലും വാശി പിടിച്ച് വഴക്കുണ്ടാക്കി ആ സാധനം മേടിക്കാൻ ശ്രമിക്കും. അപ്പം നമ്മൾ വിചാരിക്കുക, നമുക്ക് ഇല്ലായ്ക എന്തുണ്ടോ അത് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുക. നമുക്ക് ഇന്ന രീതിയിൽ നമ്മുടെ വീട് ഇത്രയൊക്കെ ഉള്ളൂ, ഇതിനകത്ത് നിന്നിട്ട് നമുക്ക് ജീവിക്കണം എന്ന് നമ്മളെ മക്കളെ പറഞ്ഞു കൊടുക്കുക.
അതല്ലാതെ നമ്മൾ ഇച്ചിരി റിച്ചാട്ടോ, നമുക്ക് നല്ല ഹൈ ലെവൽ ജീവിക്കണം കേട്ടോ എന്നും പറഞ്ഞ് നമ്മൾ കടം മേടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ അതിലും വലിയ കടക്കാരനായിട്ട് മാറുകയേ ഉള്ളൂ. ഓരോ നിമിഷവും കയ്യിൽ കിട്ടുന്ന പൈസ സമ്പാദിക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കുക. സത്യസന്ധമായി നേരായ മാർഗത്തിൽ സമ്പാദിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ മൂത്തവരെ ബഹുമാനിക്കാനും മൂത്തവരെ ബഹുമാനിക്കാനും അധ്യാപകരെ ആണെങ്കിലും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും എല്ലാവർക്കും മാതാപിതാക്കളോട് റെസ്പെക്റ്റ് കൊടുക്കണമെന്നും നമ്മൾ കുഞ്ഞിലെ തന്നെ പഠിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവർക്ക് അറിയത്തില്ല ആരോട് എന്ത് രീതി സംസാരിക്കണമെന്ന് മക്കൾക്കറിയില്ല. പലരും ചില മക്കൾ സംസാരിക്കണ കേട്ടിട്ടുണ്ടെങ്കിലോ സങ്കടവും കൂടെ വരും. ഇവരെന്തായി പറഞ്ഞൊപ്പിക്കണമെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അപ്പം അതിൻ്റേതായ രൂപത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതങ്ങനെയാണ്, മൂത്തവരോട് ഇന്ന രീതിയിൽ അതാണ് നമ്മുടെ നാടിൻ്റെ രീതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലേ? എല്ലാ കാര്യങ്ങളും ഒരു പാവപ്പെട്ടവനെ കണ്ടാലും ഒരു പണക്കാരനെ കണ്ടാലും എല്ലാം ഒരുപോലെ കാണാൻ. പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയാണ്ടിരിക്കാനും പണക്കാരനെ കാണുമ്പോൾ പ്രത്യേകിച്ച് എടുത്തൊരു ബഹുമാനം കാണിക്കാനും അങ്ങനെ ഒന്നും പഠിപ്പിക്കരുത്. എല്ലാവരെയും തുല്യരായിട്ട് കാണാം. എല്ലാവരുടെ ഉള്ളിലുള്ള ഒരേ ആത്മാവാണെന്ന് മാത്രം നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അല്ലാണ്ട് തിരിച്ചു വ്യത്യാസത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു തിരിച്ചു വ്യത്യാസവും നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കുത്തിവെക്കാതിരിക്കുക. ജാതിയും മതമൊക്കെ എന്നുണ്ടായതാണ്, ഇല്ലേ? നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിനെ ഒന്ന് മാറ്റി, ഓക്സിജനെ ഒന്ന് മാറ്റി ശ്വസിക്കാൻ ആർക്കെങ്കിലും ബ്രാഹ്മണൻ ശ്വസിക്കുന്നതും കീഴ്ജാതിക്കാർ ശ്വസിക്കുന്നതും എല്ലാം ഒന്ന് തന്നെ. ജാതിയോ മതമോ അതിനകത്തുണ്ടോ? ഇല്ലല്ലോ. ഓക്സിജൻ ക്രിസ്ത്യാനി പോരട്ടെ, ഹിന്ദു പോരട്ടെ, അല്ലെങ്കിൽ മുസ്ലിം പോരട്ടെ, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പം അങ്ങനെയുള്ള വേർതിരിവുകളൊന്നും നമ്മളെ മക്കളെ പഠിപ്പിക്കരുത്. നമ്മളെ എല്ലാവരെയും സമമായിട്ട് കാണാനും നമ്മുടെ മക്കളെ കൊച്ചിലേ പഠിപ്പിക്കണം. എല്ലാവരും തുല്യരാണ് എന്ന് നമ്മൾ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഇതാണ് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ട അടുത്ത തലമുറയ്ക്ക്. അല്ലാതെ സ്വത്തിനായിട്ട് വഴക്കുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കഞ്ഞി കൊടുക്കരുതെന്നോ ഇതൊന്നുമല്ല നമ്മൾ പഠിപ്പിച്ചു വിടേണ്ടത്. നമ്മൾ കേട്ടിട്ടില്ലേ, എന്തെന്തൊക്കെ വെച്ചിരുന്ന മുത്തന്തൊക്കെ വെച്ചിരുന്ന ചട്ടി എന്തെന്തൊക്കെയും വെച്ചിട്ടുണ്ടെന്ന് ഒരു കൊച്ചു പറഞ്ഞൊരു കഥയുണ്ട്. അതെന്നാണെന്നറിയാമോ? കൊച്ച് നോക്കുമ്പോൾ കൊച്ചിൻ്റെ മുത്തച്ഛനെ ചായ്പ്, അതായത് വീടിൻ്റെ ചാർത്തിൽ കൊണ്ട് കിടത്തിയേക്കുന്നു. ഒരു അമ്മയും അച്ഛനും ഒക്കെ നല്ല പ്ലേറ്റ് ചോറുണ്ണുമ്പം മുത്തച്ഛന് അച്ഛന് കൊണ്ട് കൊടുക്കുന്നത് ഒരു ചട്ടിക്കകത്തായിരുന്നു ചോറ്. അപ്പം അച്ഛൻ അങ്ങനെ ദാരിദ്ര്യവും പിടിച്ച് പട്ടിണിയും പിടിച്ച് കഞ്ഞിയും കുടിക്കാതെ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ കൊച്ചി പാത്രം കഴുകി എടുത്തു വെച്ചിരുന്നു. അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞപ്പം അമ്മ ചെന്ന് അലമാരി തപ്പിയപ്പം ഈ പാത്രം ഇരിക്കണം. അപ്പോൾ കൊച്ചിനോട് ചോദിച്ചു, ഇതെന്താ ഈ പാത്രം ഇവിടെ വെച്ചേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം കൊച്ചു പറഞ്ഞ മറുപടിയാണെന്നാണ് പറയുന്നത്, മുത്തന്തയ്ക്ക് വെച്ചിരുന്ന ചട്ടി തന്തയ്ക്ക് എൻ്റെ അച്ഛന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കൊച്ച്. ആ അവസ്ഥ തന്നെ നമ്മൾ വരുള്ളൂ. നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ തന്നെ റിസൾട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലും വരുന്നത്. അപ്പം നമ്മൾ നല്ലത് കാണിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾ നല്ലത് നമ്മളെ കാണിച്ചു തരും. അതല്ല നമ്മൾ ഏതെങ്കിലും രീതിയിൽ തെറ്റുകൾ ചെയ്തിട്ട് A to Z അച്ഛനും അമ്മയും പോക്ക് കേസാണെങ്കിൽ മക്കൾ നന്നായില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലേ? പിന്നെ മക്കൾക്കിട്ട് എന്തോ ഒരു അടി കൊടുത്തിട്ടും കാര്യമില്ല. മക്കളെ കൊണ്ട് സൈക്കോളജിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയിട്ടും കാര്യമില്ല. മക്കൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മക്കൾ നമ്മളെ നോക്കണില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മക്കളോട് ചെയ്യുന്നത് മാത്രമായിരിക്കും മക്കൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ മക്കളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് ആർത്തി പിടിപ്പിക്കാതെ, എല്ലാം വെട്ടിപ്പിടിക്കാതെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ, മറ്റുള്ളവരെ മനസ്സിലേക്ക് നെഗറ്റീവ് കയറ്റിവിടുന്ന തരത്തിൽ മക്കളെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളും മിടുക്കന്മാരായി വരും. ഉള്ളത് അറിഞ്ഞു വളരാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, ഉള്ളത് ജീവിക്കാൻ പഠിപ്പിക്കുക. നമുക്കിതേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. എനിക്ക് കിട്ടാത്ത എൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് അങ്ങനത്തെ വളർത്തരുത്. എൻ്റെ മക്കൾക്ക് എനിക്കുള്ളത്, നമുക്ക് സന്തോഷം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തുക. അപ്പോൾ ആ കുടുംബം സന്തോഷമുള്ളതായിരിക്കും. ആ മാതാപിതാക്കളും മക്കളും സന്തോഷത്തോടെ കഴിയും. അവരുടെ കുടുംബജീവിതം സന്തോഷമായിരിക്കും. ആ മക്കൾ നല്ല അനുസരണയുള്ളവരായി മാറും. ഒരു കഞ്ചാവിനോ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒന്നും അടിപ്പെടാതെ ആ മക്കൾ എല്ലാ കാര്യവും തുറന്ന് വീട്ടിൽ പറയുന്ന മക്കളായിട്ട് വളരും. സ്വാതന്ത്ര്യമില്ല എന്ന് പറയും. സ്വാതന്ത്ര്യം അമിതമായാലും പാടാണ്. നമ്മളെ പിടിക്കേണ്ടതായ പ്രായം വരെ സ്വാതന്ത്ര്യം ഇല്ലായകെ തന്നെ മക്കളെ വളർത്തണം. ശരിയല്ലേ? നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇത് നിയന്ത്രണം, അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്കൊരു കോൺഫിഡൻസ് മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. എൻ്റെ മക്കൾ ഇതിനപ്പുറത്തോട്ട് പോകരുത്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കണമായിരിക്കണം, അല്ലെങ്കിൽ അവൾ അനുസരിക്കണമായിരിക്കണം. അത് പറഞ്ഞു കൊടുക്കാനുള്ള അർഹതയില്ലാത്ത മാതാപിതാക്കൾ പറയുമ്പോഴാണ് മക്കൾ വഴിതെറ്റുന്നത്. ഇല്ലേ?
നമ്മൾ എന്തോരം പേരുടെ ഒരു MLA യുടെ ഒക്കെ മക്കൾ കഞ്ചാവിൻ്റെ കഥയൊക്കെ നമ്മൾ TV കൂടെ ഒക്കെ കാണുന്നത്. എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ചെയ്ത് കാണിക്കുന്നത് നല്ലതാണെങ്കിൽ നമ്മുടെ മക്കൾ ആ വഴി പോവില്ല, തെറ്റിൽ അകപ്പെടില്ല എന്ന്. പിന്നെ ദൈവവിശ്വാസമുള്ള മക്കളായിട്ടും വളർത്താൻ ശ്രമിക്കുക. ഒരു ദൈവവിശ്വാസമില്ല, ദൈവം ഇല്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ വളർത്താതിരിക്കുക. എല്ലാത്തിലും ഒരു വിശ്വാസം, അത് കൃത്യമായിട്ട് അതിൻ്റേതായ സമയത്ത് ഓരോ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് നമ്മൾ പഠിപ്പിച്ച് നോക്കിക്കേ. നമ്മുടെ മക്കൾ വഴിതെറ്റുകയില്ല. നമ്മുടെ മക്കൾ നമ്മുടെ ജീവൻ്റെ ഭാഗമായിട്ട് തന്നെ സന്തോഷവാന്മാരായിട്ടിരിക്കും, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.